ക്രൗൺ കമ്പ്യൂട്ടറിന് മൻസൂറാണ്. യൂസർ ലാപ്ടോപ്പ് നോക്കാനുള്ള പരിപാടി ഉണ്ടോ? കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കും. പ്രത്യേകിച്ച് മാർക്കറ്റിൽ പലരും പല കോലത്തിലാണ് കച്ചവടം ചെയ്യുന്നത്. പെട്ടിയിലാക്കി വിൽക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ബ്രാൻഡ് ന്യൂ ആക്കി വിൽക്കുന്ന ആൾക്കാരുണ്ട്, ലൈക്ക് ബ്രാൻഡ് ന്യൂ ഉണ്ട്. ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ പലതും പറഞ്ഞ് നമ്മൾ മൊത്തം കൺഫ്യൂഷനിലായിരിക്കും. ഇതെന്താണ് സത്യത്തിൽ എന്ന് പറഞ്ഞാൽ. എന്നാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഇത് ഉപകാരം ഉണ്ടാവും. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഒന്നാമത്തെ വിഷയം മദർ ബോർഡാണ്. നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് മദർ ബോർഡാണ്. ഓരോ ബ്രാൻഡിനും മോഡൽസ് ഉണ്ടാവും. ഉദാഹരണത്തിന് HP-യുടെ പ്രോ ബുക്ക്, പിന്നെ എലൈറ്റ് ബുക്ക്, പവലിയൻ എന്നൊക്കെ പറഞ്ഞ മോഡൽ ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ S23 FE, S23, പിന്നെ S23 അൾട്ര ഇങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കാറുണ്ടോ? ഈ അൾട്രയും S23 FEയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആനയും ചേനയും പോലത്തെ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ നോട്ട്ബുക്കിനും എലൈറ്റ് ബുക്കും തമ്മിൽ ആനയും ചേനയും പോലത്തെ വ്യത്യാസമുണ്ട്. നോട്ട്ബുക്കിൽ വെക്കുന്ന മദർ ബോർഡ് അല്ല എലൈറ്റ് ബുക്കിൽ വെക്കുക. അതേപോലെ തന്നെ ലെനോവിലായാലും തിങ്ക് ബുക്ക് ഉണ്ട്, തിങ്ക് പാഡ് ഉണ്ട്, ഡിഫറെന്റ് മോഡൽ ഉണ്ട്. അതേപോലെ തന്നെ ഡെല്ലിലാണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഗോസ്ട്രോ ഉണ്ട്, XPS ഉണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കുക നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ച് എന്താക്കുക, ലാപ്ടോപ്പ് ചൂസ് ചെയ്യുക. അതിന് രണ്ടാമത്തെ വിഷയം പ്രോസസ്സറാണ്. ഇനി പ്രോസസ്സർ ഏതെല്ലാന്ന് വെച്ചാൽ സെൽറോൺ ഡ്യുവൽ കോർ i3, i5, i7, i9. ഇതിൽ i9 എന്ന് പറയുന്നത് പുതിയതാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും യൂസ്ഡ് ലാപ്ടോപ്പിൽ കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ മാക്ബുക്കിന്റെ 2019 കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, യൂസ്ഡ് ലാപ്ടോപ്പിൽ വേറെ എവിടെയും കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഉണ്ടെങ്കിൽ എടുത്തോ, ബെസ്റ്റാണ്. ഇതിൽ മിനിമം റിക്വയർമെന്റ് ഞാൻ പറയാറുള്ളത് i5-ലെങ്കിലും നിർത്തുക. അത് ഏത് ജനറേഷൻ ആയിക്കോട്ടെ, സെക്കൻഡ് ജനറേഷൻ ആയാലും തേർഡ് ജനറേഷൻ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ജനറേഷൻ എന്ന് വെച്ചാൽ ഇയറാണ്. നമ്മൾ ഇങ്ങനെ കൂട്ടിക്കോ. സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ 2012 ആണ്. എത്രയാണ്? 2012. 13 ജനറേഷൻ എന്ന് പറഞ്ഞാൽ 2024 ആണ്. അതെങ്ങനെ മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പനിയും അതിന്റെ ഓരോ പ്രൊഡക്റ്റും ലോഞ്ച് ചെയ്യുന്നത് മിഡിൽ ഓഫ് ദ ഇയർ ആണ്, അല്ലെങ്കിൽ അവസാനത്ത്. ഇപ്പൊ i7-ന്റെ 8th ജനറേഷൻ എന്ന് പറഞ്ഞാൽ 2018 അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ലാപ്ടോപ്പ് സ്വാഭാവികമായിട്ടും മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ 2019 വരെ ആവാം. അതുകൊണ്ട് 8th ജനറേഷൻ എന്ന് പറഞ്ഞാൽ 2018-19. 2018-19 ലാപ്ടോപ്പ് ബ്രാൻഡ് ന്യൂ കിട്ടൂല. എന്നാൽ പല ആൾക്കാരും ബ്രാൻഡ് ന്യൂ ലാപ്ടോപ്പും തപ്പിയിട്ട് ബോക്സ് ആക്കിയിട്ട് നടക്കുന്ന ആൾക്കാരെ പിറകിലെ പോകുന്നുണ്ട്. അതൊരിക്കലും ബ്രാൻഡ് ന്യൂ അല്ല, യൂസ്ഡ് ആണ്. എത്ര ക്ലീൻ പീസ് ആയാലും യൂസ്ഡ് ആണ്. മൂന്നാമത്തെ വിഷയം റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദർ ബോർഡാണ് റാമിനെ തീരുമാനിക്കുക. PC2, 3, 4, 5, 6 ഈ 5, 6 നമുക്ക് വിട്ടേക്കാം. പുതിയ ലാപ്ടോപ്പിലൊക്കെ വരുന്നതാണ്. പക്ഷെ നമുക്ക് മിനിമം PC4 എങ്കിലും കിട്ടും. അതിൽ തന്നെ 1600, 3200 ഒക്കെ കിട്ടാനുണ്ട്, 2400 ഒക്കെ കിട്ടാനുണ്ട്. 3200 എടുക്കാൻ ശ്രമിക്കുക, ഫാസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ. ഇനിയാണ് SSD ആണോ ഹാർഡ് ഡിസ്ക് ആണെന്നുള്ളത്. SSD മാത്രം മതി, ഹാർഡ് ഡിസ്ക് നമുക്ക് വേണ്ടെന്ന് തീരുമാനങ്ങൾ എടുത്തു. ഉദാഹരണത്തിന് ഒരു ഹാർഡ് ഡിസ്ക് ഉള്ള ലാപ്ടോപ്പ് വിൻഡോസ് ഓൺ ആകാൻ വേണ്ടി എടുക്കുന്ന സമയം 90 സെക്കൻഡ് ആണെങ്കിൽ അത് SSD-യിലെ ലാപ്ടോപ്പ് എടുക്കുന്ന സമയം ബിലോ 15 സെക്കൻഡ് ആണ്. 15 സെക്കൻഡിനുള്ളിൽ സിസ്റ്റം ഓൺ ആവും. അപ്പം തന്നെ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. 4 മടങ്ങ് ഫാസ്റ്റാണ് മിക്ക SSD-കളും. അതിൽ തന്നെ NVMe ഉണ്ട്, SATA ഉണ്ട്. നിങ്ങളുടെ ലാപ്ടോപ്പിന് അത് ഹാർഡ് ഡിസ്കുള്ള സ്ലോട്ട് മാത്രമേ ഇല്ലെങ്കിൽ വിഷയമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താക്കാം, അവിടെ ഇടാനുള്ള SSD അവൈലബിൾ ആണ്. അവിടെ SSD ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഫാസ്റ്റാണ്. ഓക്കെ, ഇനിയാണ് നമ്മളെ പുറമോടി. അത് നോക്കിയിട്ടാണ് മിക്ക ആൾക്കാരും നമ്മൾ ലാപ്ടോപ്പ് പോകുന്നത്. പോയിട്ട് ഇങ്ങനെ മോഡൽ നോക്കും. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, മറ്റേത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണാനുള്ള ഭംഗിക്കല്ല, കാണാൻ ഭംഗിയാക്കാൻ തന്നെ 3 തരത്തിലുള്ള ലാപ്ടോപ്പ് മാർക്കറ്റ് അവൈലബിൾ ആണ്. ഒന്ന് സ്റ്റിക്കർ അടിച്ച ലാപ്ടോപ്പ്. ഇതാണ് സ്റ്റിക്കർ അടിച്ച ലാപ്ടോപ്പ്. ഇതാണ് ഈ ഒളിയുന്ന തരത്തിലുള്ള സാധനം. ഇത് സ്റ്റിക്കർ അടിച്ചാണ്, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുകയും ചെയ്യില്ല, ഇത് സ്റ്റിക്കറാണ്. രണ്ടാമത്തതാണ് പെയിന്റ്. ഇത് പെയിന്റ് അടിച്ചതാണ്. എന്നാൽ നല്ല നീറ്റായിട്ട് പെയിന്റ് അടിച്ച് കൊണ്ടുവരുന്ന ലാപ്ടോപ്പാണ്. പെയിന്റ് അടിച്ച ലാപ്ടോപ്പാണ്. ഇത് ഒറിജിനൽ ബോഡിയല്ല. ഇനി നാച്ചുറൽ ബോഡി. നമ്മൾ പുറകിൽ കാണുന്നതൊക്കെ നാച്ചുറൽ ബോഡിയാണ്. ഇനി പെയിന്റ് അടിച്ച ലാപ്ടോപ്പിന് സ്റ്റിക്കർ അടിച്ച ലാപ്ടോപ്പിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവില്ല. അതിനെ കൊണ്ടാകുന്ന ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ സ്ക്രാച്ചസോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ്. പെയിന്റ് അടിച്ച ലാപ്ടോപ്പ് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുരണ്ടി നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ തടയി നോക്കിയാൽ തന്നെ മനസ്സിലാവും പെയിന്റ് അടിച്ച ലാപ്ടോപ്പാണോ ഇല്ല എന്നുള്ളത്. അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ശ്രദ്ധിച്ച് വാങ്ങുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ.